തമിഴ് സിനിമയിലെ ഏറ്റവും വിജയകരമായ ജോഡിയായിരുന്നു, നായകൻ നായിക ജോഡിയായിരുന്നു MGR ജയലളിത. ഈ MGR ജയലളിത കോംബോ തമിഴ് മക്കൾക്ക് എല്ലാവർക്കും ഭയങ്കര ആരാധനയായിരുന്നു അവരോട്. അതിൽ MGRന്റെ എപ്പോഴും വലങ്കൈയായിട്ട് നിന്നത് ജയലളിത തന്നെയായിരുന്നു. അതേപോലെ ഒരു ചരിത്രമാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ ആവർത്തിക്കപ്പെടുന്നത്. വിജയ് തൃഷ കോംബോ. വിജയ് തൃഷയും കൂടെ ഒന്നിച്ച് അഭിനയിച്ച ഏതാണ്ട് 5 സിനിമകൾ മാത്രമേ ഉള്ളൂ. കുറേ നാളത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ലിയോ എന്ന് പറഞ്ഞ് 2023 ആ സിനിമ റിലീസ് ചെയ്തത്. അതിനു മുമ്പ് കുറച്ച് സിനിമകളിൽ ആത്തി, ഗില്ലി അങ്ങനെയൊക്കെ പറഞ്ഞ സിനിമകളിൽ അവർ രണ്ടുപേരും അഭിനയിച്ചിരുന്നു. പക്ഷേ ഈ വിജയ് തൃഷയെ ഈ കോംബോയെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി. കാര്യം വിജയ്ക്ക് പറ്റിയൊരു കോംബോയാണ് താനും. കാരണം ജനങ്ങളെല്ലാവരും അക്സെപ്റ്റ് ചെയ്തൊരു ജോഡിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം TVക്ക് എനിക്ക് ഈ തമിഴ് മക്കൾ വിജയെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തതിന് ശേഷം ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തൃഷയുടെ സാന്നിധ്യവും വളരെ ശ്രദ്ധേയമായിരുന്നു. എല്ലാവരും അത് നോട്ടീസ് ചെയ്യുകയും ചെയ്തു. തൃഷ വളരെ സന്തോഷമായി കണ്ണു നിറഞ്ഞ് ആ സദസ്സിൽ വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കുന്ന നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പം ഇപ്പോഴാണ് ഒരു പുതിയ വിവാഹം. അപ്പം തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ താരങ്ങൾ തന്നെയാണ് മിക്കവരും തന്നെ മുഖ്യമന്ത്രി ആവുന്നത്. കാര്യം MGR ജയലളിത കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ജയലളിത തന്നെയായി. MGR ആദ്യം മുഖ്യമന്ത്രിയായി, അത് കഴിഞ്ഞ് പിന്നെ ജയലളിതയായി. പിന്നെ കരുണാനിധി മുഖ്യമന്ത്രി ആയെങ്കിലും കരുണാനിധി ഈ സിനിമ നടനൊന്നും ആയിരുന്നില്ല, അദ്ദേഹം തിരക്കഥാകൃത്തൊക്കെ ആയിരുന്നു. പിന്നെ സ്റ്റാലിൻ നടനൊന്നുമായില്ല. പക്ഷെ സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന അദ്ദേഹവും നടനായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു പാരമ്പര്യമുള്ള സ്ഥിതിക്ക് തമിഴ് മക്കൾ എപ്പോഴും തമിഴ്നാട്ടിൽ ആരാണോ മുഖ്യമന്ത്രി അവരെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങൾ കൂടിയായിരുന്നു. കാരണം വിജയ് മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വന്ന ഉടനെ തമിഴ്നാട്ടിന് ഒരുപാട് വ്യത്യാസം വന്നു, ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്നാണ് പറയുന്നത്. സ്റ്റാലിൻ മുഖ്യമന്ത്രി ആയതിലും കുറെ കൂടി പരിഷ്കാരങ്ങൾ വിജയ് കൊണ്ടുവന്നിരുന്നു. പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ വിജയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിജയെ എല്ലാവരും ആരാധിക്കുകയും വിജയ് എന്ന് പറഞ്ഞ ഒരു ദൈവത്തെ പോലെ കാണുകയും ചെയ്ത ജനങ്ങളാണ് തമിഴ്നാട്ടിലുള്ളത്. അപ്പോൾ വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തും അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്കറിയില്ല എങ്കിൽ പോലും ഏറ്റവും അടുത്ത സുഹൃത്താണ് തൃഷ. അപ്പോൾ തൃഷയെക്കുറിച്ച് ഒരു അപവാദമോ ഒരു അപവാദ പരാമർശമോ ഒക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആര് പറഞ്ഞു കഴിഞ്ഞാലും തീർച്ചയായിട്ടും അത് തമിഴർ അത് ഏറ്റെടുക്കുകയും ചെയ്യും, അതിനുവേണ്ടി പ്രതികരിക്കുകയും ചെയ്യും. അങ്ങനെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഉദയനിധി സ്റ്റാലിൻ. അദ്ദേഹം DMK നേതാവായിരുന്നു. അദ്ദേഹം കാവേരി നദീജല പ്രശ്നത്തെക്കുറിച്ച് ഒരു സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് ഈ കാവേരി നദിയെക്കുറിച്ചിട്ട് പറയുകയും ഒക്കെ ചെയ്യുന്നതിനിടയിലാണ് തൃഷയെക്കുറിച്ചാണോ എന്നറിയില്ല, അദ്ദേഹം ഇങ്ങനെ ഈ നദിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ആരോ തൃഷ എന്ന് വിളിക്കുകയും അതോടനുബന്ധിച്ച് തൃഷയെക്കുറിച്ച് ഒരു വിവാദ പരാമർശം, ഒരു ഡബിൾ മീനിങ്ങിലുള്ള ഒരു പരാമർശം പറയുകയുണ്ടായി. അത് എല്ലാവരും പ്രകോപിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അതിനെ തുടർന്ന് സ്റ്റാലിനെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് അറസ്റ്റ് ചെയ്തത്. ഈ ന്യൂസുകളൊക്കെ നമ്മളെല്ലാം സോഷ്യൽ മീഡിയ വഴിയൊക്കെ കണ്ടതാണ്. പക്ഷെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നൊരു ന്യൂസ് എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിലെ തന്നെ പ്രമുഖ നടിയായ ഖുശ്ബുവിൻ്റെ ഒരു പരാമർശമാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നത്. അപ്പം ഇതിനകത്ത് ഈ ഖുശ്ബു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം സ്ത്രീകൾക്കെതിരെ നിങ്ങൾക്ക് പുരുഷത്വമുണ്ടെങ്കിൽ ഒരു സ്ത്രീയെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കാതെ നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളിയെ നിങ്ങൾ നേരിടുക. സ്ത്രീകളെ വലിച്ചഴിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ശ്രമിക്കരുത് എന്നാണ് ഖുശ്ബു പറഞ്ഞത്. ഖുശ്ബു ഒരു BJP നേതാവാണ്. പക്ഷേ തീർച്ചയായും തമിഴ്നാട്ടിൽ സ്റ്റാലിനെതിരെ ഖുശ്ബു രംഗത്ത് വന്നിരിക്കുകയാണ്. പക്ഷെ അതിനെ തുടർന്ന് ഒരുപാട് പേരും ഖുശ്ബുവിന് സപ്പോർട്ടായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് സെലിബ്രിറ്റീസും ഖുശ്ബുവിന് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. കാരണം ഒരു സ്ത്രീയെ അപമാനിക്കുക അല്ലെങ്കിൽ അത് ഒരു പരസ്യമായ പ്രസ്താവന നടത്തുക അതൊക്കെ വളരെ മോശപ്പെട്ട കാര്യമാണ്. രാഷ്ട്രീയമായിട്ടുള്ള എതിര് ആ പാർട്ടിയോടുണ്ടെങ്കിൽ TVKയോടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെ അത് നേരിടുക. അതിന് കണ്ടെത്തേണ്ട വഴി സ്ത്രീകളിലൂടെ അല്ല എന്നാണ് ഖുശ്ബു പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ എപ്പോഴും ഇതേപോലെ ഈ നമുക്കറിയാം രജനീകാന്ത് എന്ന് പറഞ്ഞ പാലഭിഷേകവും ഒക്കെ നടത്തുന്ന തമിഴ് ജനതയാണ്. അവർക്ക് അവരുടെ ഇഷ്ടപ്പെട്ട നടനെയോ നടിയെയോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവർ പ്രതികരിക്കും, അവരതിനെതിരെ വിമർശിക്കുകയും ചെയ്യും. അതിന് ഒരു ഉദാഹരണം തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഒരു സിനിമ പ്രൊമോഷന് വേണ്ടിയിട്ട് നടത്തിയൊരു ചടങ്ങിൽ ധ്യാൻ ശ്രീനിവാസൻ്റെ ഒരു വളരെ രസകരമായ ഒരു പരാമർശം ഉണ്ടായിരുന്നു. ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ എൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നവ്യ നായർ മുൻനിരയിൽ സാരി ധരിച്ച് കണ്ണ് നിറഞ്ഞിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ്
പക്ഷെ അത് വളരെ രസകരമായിട്ടാണ് അന്നത്തെ ഓഡിയൻസും അതിൻ്റെ സോഷ്യൽ മീഡിയ ഒക്കെ ഏറ്റെടുത്തത്. അതിന് മറുപടി എന്നോണം നവ്യ പറയുകയും ചെയ്തു, അങ്ങനെയായാൽ ഞാൻ വെള്ള സാരിയും പച്ചക്കറിയും ഒക്കെ ധരിച്ച് മുൻനിരയിൽ ഇരുന്ന് കണ്ണ് നിറച്ച് നിങ്ങളെ അഭിനന്ദിക്കും എന്ന് പറഞ്ഞു. പക്ഷെ അതിനെ തുടർന്ന് വേദിയിലെത്തി അജു വർഗീസ് പറഞ്ഞു, വിജയോട് ഇങ്ങനെ പറഞ്ഞു, വിജയ് സാർ ഇനി എനിക്ക് തമിഴ്നാട്ടിൽ വരാൻ പറ്റില്ല എന്ന് തോന്നുന്നു, എൻ്റെ സുഹൃത്ത് അല്പം ഭ്രാന്തനാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അത് തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദം ഉണ്ടാക്കി. അത് തന്നെ തമിഴ്നാട്ടിൽ ഭയങ്കര പരാമർശം ധ്യാനിനെതിരെ വന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണെങ്കിലും തമിഴ്നാട്ടിലെ ഒരു താരത്തിനെ എന്തെങ്കിലും പറയുകയോ അവരെ വിമർശിക്കുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും തമിഴ് മക്കൾ വെറുതെ ഇരിക്കില്ല. അവർ തീർച്ചയായിട്ടും അതിന് റെസ്പോണ്ട് ചെയ്യും, അതിനെതിരെ അവർ രംഗത്ത് വരികയും ചെയ്യും. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ തന്നെ ഇപ്പോഴത്തെ കാലത്ത് ഇത് എന്തും ചെയ്യും. നേതാക്കളാണെങ്കിലും ആരാണെങ്കിലും അവരുടെ ടങ് ട്വിസ്റ്റിന് എന്തെങ്കിലും ഒരു പ്രശ്നം വരാൻ നോക്കിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലും ബാക്കി എല്ലാ കാര്യങ്ങളും. അപ്പം തീർച്ചയായിട്ടും അത് ഒരു വലിയ വിവാദമായി പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പം ഇതിനെ തുടർന്നാണ്. അപ്പം ഇതിനകത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ പറയുന്നത് ധ്യാൻ യു ജസ്റ്റ് മിസ് ഇറ്റ് എന്നാണ് പറയുന്നത്. കാര്യം കുറച്ചും കൂടി അത് അത്ര വലിയ സീരിയസ് ആയില്ല. അതെല്ലാവരും വലിയ തമാശയ്ക്ക് എടുത്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. തമിഴ് ജനത അതിന് പ്രതികരിച്ചില്ല. കുറച്ചു പേരൊക്കെ അതിന് പ്രതിഷേധമൊക്കെ പറഞ്ഞത്രേ. പക്ഷേ ഇപ്പൊ സ്റ്റാലിൻ അങ്ങനെയല്ല. ഉദയനിധി സ്റ്റാലിൻ ഇപ്പം വളരെ വിവാദമായിട്ടുള്ളൊരു പരാമർശം പറഞ്ഞ സ്ഥിതിക്ക് തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന് പേരിൽ FIR രജിസ്റ്റർ ചെയ്തു, പോലീസ് കേസെടുക്കുകയും ചെയ്തു. എന്താണ് ഇനി തുടർ നടപടികൾ എന്താണെന്നറിയില്ല. പക്ഷെ സ്റ്റാലിൻ ഉദയനിധി പറയുന്നത് എനിക്ക് അമ്മയും പെങ്ങന്മാരും ഒക്കെ ഉള്ളതാണ്, ഞാൻ അത്തരത്തിലുള്ള മോശമായ പരാമർശങ്ങളൊന്നും ഉദ്ദേശിച്ചല്ല, ആ ഒരു മീനിങ്ങിലൊന്നും അല്ല ഞാൻ പറഞ്ഞത്, കാവേരി നദീജല പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിനെ തുടർന്നുണ്ടായി പറഞ്ഞതാണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ ജനങ്ങളും കേട്ടവരൊക്കെ അത് വേറെ മീനിങ്ങിലാണ് അതെടുത്തത്. അതുകൊണ്ടാണ് അതിന് അങ്ങനത്തെ ഒരു പരാമർശം വന്നത്. ഞാനിത് വളരെ തമാശയായിട്ട് എടുക്കുന്നു. ഞാൻ കേസിന് പോകാനാണെങ്കിൽ, കേസ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേസുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും, എനിക്കതിന് യാതൊരു ഭയവുമില്ല എന്നാണ് സ്റ്റാലിൻ പറഞ്ഞത്. എന്താണേലും ജാമ്യത്തിൽ വിട്ടു എന്നാണ് പറയുന്നത്, അറിയില്ല. നമുക്ക് തുടർന്നും ഇനി നിയമ നടപടികൾ അദ്ദേഹം നേരിടേണ്ടി വരുമായിരിക്കും. പക്ഷേ തമിഴ്നാട്ടിൽ ഇപ്പം ജനങ്ങൾക്ക് വിജയ് എന്ന് പറയുന്ന ദൈവത്തെ പോലാണ്. വിജയ് ജനങ്ങളെ എല്ലാവരെയും ഒരേപോലെ, പാവങ്ങളെന്നില്ല പണക്കാരെന്നില്ല, എല്ലാവരെയും ഒരേപോലെ കൺസിഡർ ചെയ്യും. അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ വിജയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും ഏറ്റവും വലിയ സ്ട്രോങ് ബോണ്ടായിട്ടുള്ള നായിക തന്നെയാണ് തൃഷ. വിജയുടെ ഓരോ വിജയത്തിനും പിന്നിലും അവരെ ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് തന്നെയാണ് വിജയോടൊപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് തൃഷയെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് തമിഴ് മക്കളെന്നല്ല ആർക്കും അത് സഹിക്കാൻ പറ്റില്ല. അതുകൂടാതെ തന്നെ തൃഷ എന്ന് പറയുന്നത് നല്ലൊരു നടിയാണ്. എല്ലാവരും തൃഷയുടെ ആരാധകരാണ് താനും. അതുകൊണ്ട് സെലിബ്രിറ്റീസും ഒക്കെ എല്ലാവരും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.